ഞാൻ എപ്പോൾ സാറയുടെ അച്ഛൻ്റെയും കൂടെ ഉള്ളൊരു ഫോട്ടോ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് ഒത്തിരി പേര് ചോദിക്കും, നിനക്ക് എങ്ങനെ ഇവരെ അറിയാം, ഇവർ മറ്റേ റീലൊക്കെ ചെയ്യുന്നതല്ലേ? ഇപ്പോഴും ഞാൻ റിപ്ലൈ കൊടുക്കാത്ത ഒത്തിരി മെസ്സേജ് എൻ്റെ ഇൻബോക്സ് നോക്കാമെങ്കിൽ കാണാം. ഈ സാറേ അച്ഛനും ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കും ചേട്ടനും ഞങ്ങളുടെ സ്വന്തം അനിയനെ അനിയത്തിയും പോലെ തന്നെയാണ് ഇവർ. ഇതുങ്ങൾ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ സമയം പോകുന്നതേ അറിയത്തില്ല. സത്യത്തിൽ നിങ്ങൾ വീഡിയോയിൽ എന്തുവാണോ കാണുന്നത്, ശരിക്കുള്ള ക്യാരക്ടർ രണ്ടുപേരെ സെയിം തന്നെ, ഒരു മാറ്റവും ഇല്ല. പപ്പ പണ്ടേ ഏറ്റവും കൂടുതൽ പറയുന്നത് നീ മിണ്ടായിരിക്കും കൊച്ചേ. അവൾ കുഞ്ഞിനെ സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കുന്നതൊന്നും അല്ല കേട്ടോ, ശരിക്കും അവനത് എൻജോയ് ചെയ്യണം. അവന് ഭയങ്കര ഇഷ്ടം അവളിങ്ങനെയൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മുടെ സാറക്കുട്ടി അജിനും അവർ കുറേ നാളത്തെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പുതിയ വണ്ടി എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. അങ്ങനെ അവരും അത് നേടിയെടുത്തു. അവരെക്കാട്ടിലും വലിയ സന്തോഷം അവനാണ്. കാരണം എന്ന് വെച്ചാൽ അവൻ ആദ്യമായിട്ടൊരു വണ്ടിയുടെ ഷോറൂമിൽ കയറുന്നത്. അപ്പോഴത്തേക്കും അവൻ നോക്കി കുറേ വണ്ടി ഇരിക്കുന്നു, ഭയങ്കര ഹാപ്പിയായിരുന്നു അവൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവനും അവൻ്റെ അച്ഛനെപ്പോൾ ഒരു വണ്ടി ഭ്രാന്തനാണെന്ന്. അങ്ങനെ നമ്മുടെ കാറൊക്കെ നമ്മൾ റിവീൽ ചെയ്തു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അജിനാണെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ ഇന്ന് അവൻ അതിനകത്ത് കിടന്ന് ഉറങ്ങും, അവൻ അത്രയ്ക്കും എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കീ ഒക്കെ കിട്ടി, കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അവരുടെ വണ്ടിയിൽ വന്നു. നമ്മളാണെങ്കിൽ നമ്മുടെ ഇന്നോവ ഒന്ന് സർവീസിന് കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് നേരെ നമ്മൾ സർവീസിന് കൊടുക്കാൻ വേണ്ടി പോയി. ഞാനും ചേട്ടനും കുഞ്ഞും കൂടെയാണ് പോയത്. അന്നേരം നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവരങ്ങോട്ട് വന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പരുമലപ്പള്ളിയിലേക്കാണ് പോകുന്നത്, വണ്ടി കൂതാശ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് നിങ്ങൾ സിദ്ധൂട്ടൻ്റെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ, കാരണം എനിക്ക് അവനെ മാറ്റിയിരുത്തിയിട്ട് ഇതിന് വോയിസ് കൊടുക്കുന്ന കാര്യം നടക്കത്തില്ല. കാരണം ഇപ്പോൾ അവന് ഭയങ്കര ഭാഷയാണ്, അവൻ എൻ്റെ കൂടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. പിന്നെ നമ്മൾ സിദ്ധൂട്ടൻ്റെ നീളത്തിലുള്ളൊരു മെഴുകുതിരി വാങ്ങിച്ച് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു തരത്തിൽ അവനത് തിരിച്ചു തരത്തില്ല. അങ്ങനെ അവൻ അത് പിടിച്ചുകൊണ്ട് നടക്കുവാണ്. പിന്നെ നമ്മൾ അത് കത്തിക്കാൻ വേണ്ടി അത് കത്തിച്ചിട്ട് പിന്നെ അവൻ അവിടെ വയ്ക്കാനും സമ്മതിക്കുന്നില്ല. അങ്ങനെ അവസാനം അതിൽ നിന്ന് മെഴുകുതിരി ഉരുകി അവൻ്റെ കൈ വീണ് കഴിഞ്ഞപ്പോഴാണ് അവൻ അതിൽ നിന്ന് കൈ വിട്ടത്. അങ്ങനെ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് വീട്ടിൽ പോയി കേട്ടോ.